ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം നമുക്ക് ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ എല്ലാവരും കണ്ടല്ലേ? അതിൽ കുറേ പറഞ്ഞ് വിജയ് ചിരിച്ച് മടുത്തെന്ന്. ഞാനില്ലേ ഡ്രസ്സിങ് കണ്ട് 2 ബെഡിൻ്റെ അടിയിൽ കിടക്കുന്നതെന്ന് പറഞ്ഞത് ഉള്ളതായിരുന്നു കേട്ടോ. അന്ന് എൻ്റെ തലയ്ക്ക് നന്നായിട്ട് ബെഡ് ഇടിച്ച് വേദനയായിരുന്നു. അത് കഴിഞ്ഞ് ഡോക്ടർ ഇൻചാർജ് സിസ്റ്ററെ കുറേ വഴക്കും പറഞ്ഞു. ഇപ്പം അങ്ങോട്ട് വന്ന പിള്ളേരെയാണോ കൊണ്ട് ഇതൊക്കെ കാണിക്കുന്നത്, അതായത് ഞാൻ പറഞ്ഞു. പിന്നെ റൗണ്ട്സിന് പോകുമ്പോൾ ഡോക്ടർ പറയും, താൻ പുറകിൽ നിന്നാൽ മതി, അങ്ങനെ പറയും. അങ്ങനെ ഓരോ കഥകൾ, അന്നത്തെയൊക്കെ കഥകൾ കേട്ടാൽ ചിരി വരും. ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് എന്നെ കൊണ്ട് ആദ്യമായിട്ട് ആക്കിയത് ബോംബെയിലൊരു ഈ അമ്മമാരുടെ സിസ്റ്റർമാരുടെ ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ നിന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ അകത്ത് കയറിയാൽ പിന്നെ വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ പുറലോകം കാണാൻ ഞങ്ങളൊന്ന് കൊതിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ഉള്ള സ്റ്റാഫുകൾ മലയാളികളായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വേറൊരിടത്തും ഉണ്ടാക്കേണ്ട അവിടെ എല്ലാം ഈ മഹാരാഷ്ട്രീയൻസ് ആയിരുന്നു. നമുക്കറിയാവുന്നത് എന്തുവാ, നമ്മൾ പറയുന്ന ഹിന്ദി ഒരു ലാംഗ്വേജ് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലാണ്. തുമാര തും അങ്ങനെയൊക്കെയാണ്. ഒരു നമുക്കതിൻ്റെ എന്താ പറയുന്നത്, മീനിങ് അങ്ങോട്ട് ചോദിന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അറിയാവുന്ന എന്തുവാ, നാട്ടിൽ വെച്ചേ നമുക്കറിയാവുന്ന ഒരു ഭാഷയില്ലേ, തുമാര നാം ക്യായേ. വരുന്ന പേഷ്യൻ്റെ അടുത്താലും തുമാര നാം ക്യായേ, അത് മാത്രം അറിയാം. എന്തോലും ചോദിച്ചാൽ നഹി, നഹി, ഇത് മാത്രം പറയുമായിരുന്നു. പിന്നെ ഈ മലയാളികൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഹിന്ദി പഠിക്കത്തില്ല. ആരും ഇല്ലാതെ, ആരും നമുക്ക് സപ്പോർട്ടിനില്ലായിരുന്നു. പിന്നെ അങ്ങോട്ട് എഴുതി നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് ഞാൻ നേരെ ചിന്തിക്കുവായിരുന്നു, ദൈവമേ സ്കൂളിൽ ഇതുപോലെ പഠിച്ചായിരുന്നെങ്കിൽ ഏത് ലെവലിൽ എത്തിയായിരുന്നു. ഹിന്ദി വാക്കുകൾ ഓരോന്നും ഒരു ഡയറി ഉണ്ട്, അതിൻ്റെ അകത്ത് എഴുതിയിരുന്ന് പഠിക്കും. അങ്ങനെ പഠിച്ചിട്ടൊന്നും പ്രയോജനമില്ല. പിന്നെ അങ്ങ് ഓട്ടോമാറ്റിക്കലി നമ്മളങ്ങ് പഠിച്ചു. പിന്നെ ആൾക്കാരോട് വേണേൽ ഹിന്ദിയിൽ വഴക്കൂടാൻ വരെ പഠിച്ചു. ആ അവസ്ഥയായിരുന്നു. പോകുന്ന കാലം ദൈവമേ ഓർക്കാൻ കൂടെ വയ്യ അന്ന് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാൻ ചിന്തിക്കും ഈ പിള്ളേരൊക്കെ അത് പിന്നെ പറയും. ഇപ്പോൾ കുറേ നേരമായി ഓരോരുത്തർ ഹിന്ദി പറയുന്നതൊക്കെ ഞാൻ ഇങ്ങനെ വായി നോക്കി കൊതിച്ചിരുന്നിട്ടുണ്ട്. അയ്യോ ഇവർ പറയുന്നത് നോക്കൂ, എന്ത് ഇതാ. നമുക്കില്ല മലയാളം എല്ലാം അറിയത്തുള്ളൂ, പക്ഷെ നമ്മുടെ ആ ഭാഷയൊന്ന് പഠിക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയുള്ള കഥകളായിരുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു പുലാവെന്ന് പറയാം, ഫ്രൈഡ് റൈസ് എന്ന് പറയാം, ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ പാലപ്പവും മുട്ടക്കറി, നല്ല സോഫ്റ്റായി നല്ല സൂപ്പർ പാലപ്പമായിരുന്നു. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നതും പ്രയോജനമുള്ളതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ ഈ പാപത്തിനെ. ഓക്കെ, രാവിലെ അപ്പോൾ പാലപ്പത്തിനുള്ള മാവൊക്കെ നന്നായി പുളിച്ച് പൊങ്ങി വന്നായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇത്തിരി ഞാൻ ഈ മിക്സി കഴുകി വെക്കുന്ന വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ബാക്കിയുള്ള മാവിൽ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടതൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. അവിടെ പാല് കാച്ചാൻ കുക്കർ വെച്ച് ശൂരം വിളി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇനി ചായ ഉണ്ടാക്കണം, മക്കൾക്ക് കുടിക്കാനുള്ളതൊക്കെ എടുക്കണം, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. അപ്പോൾ അപ്പച്ചട്ടി വെച്ച് ഞാൻ ഒത്തിരി അങ്ങ് പരത്തുന്നില്ല. ഇപ്പം ചെറുതായിട്ട് ഉണ്ടാക്കി എന്നതാണ് ഇപ്പം ഇവിടെ എല്ലാവരും മക്കളുടെ ഇഷ്ടമല്ലേ നോക്കുന്നത്. അപ്പം ഞാനിത് പല രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കി, തിരിച്ചിട്ട് നോക്കി, അല്ലാതെ എടുത്തു. അപ്പം തിരിച്ചിട്ടത് ഇട്ടാലും കൊള്ളാം കേട്ടോ. നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കിയാൽ നമ്മൾ തിരിച്ചിടാറില്ലല്ലേ. ഇങ്ങനെ കുമിളകൾ വരുമ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ട് മുകൾ ഭാഗം ഇങ്ങനെ നന്നായിട്ട് ചെറിയ ഇതിലിങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചല്ലേ എടുക്കുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചു ഒന്ന് തിരിച്ചിട്ട് നോക്കാമെന്ന് ചിന്തിച്ച് തിരിച്ചിട്ടപ്പോഴും കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ചായ അപ്പുറത്ത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. പിള്ളേർക്കുള്ളത് എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ അപ്പമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പ്രൈസിന് ചില സമയത്ത് ഇഷ്ടമാണ്, ചില സമയത്ത് ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് ഈ അപ്പത്തിൻ്റെ മാവ് തന്നെ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കിയാൽ എനിക്ക് വട്ടയപ്പവും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പിള്ളേരും കൂട്ടത്തിൽ കഴിച്ചാണെങ്കിൽ ഒരു കഷ്ണം എങ്ങാനും കഴിക്കും. പോളും പ്രൈസനും തൊടത്തില്ല. പ്രൈസം പിന്നെ ഒരു കടി വേണമെങ്കിൽ കടിക്കും. നമ്മൾ മോനെ നല്ലയാടാന്ന് പറയുവാണെങ്കിൽ നമ്മളെ കാണിക്കാൻ വേണ്ടി ഒരു കടി കഴിച്ചിട്ട് പറയും നല്ലയാന്ന്. എന്നിട്ട് പിന്നെ വേണോടാന്ന് ചോദിച്ചാൽ വേണ്ട അങ്ങനെ പറയും. അന്നേരം ഞാൻ
വലിയ അപ്പം വേണമെങ്കിൽ വലിയതായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഇങ്ങനെയുള്ള ചെറുതും ഉണ്ടാക്കുന്നുണ്ട്. വലുത് അപ്പുറത്തുണ്ടാക്കി വലുത് വേണ്ടിയവർക്ക് വലുത് കൊടുക്കാം, ചെറുത് വേണ്ടിയവർക്ക് ചെറുത് കൊടുക്കാം. ആ രീതിയിൽ 2 അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അല്ല, എഴുന്നേക്ക്, സമയമായി എഴുന്നേക്കാൻ. പോള് രാവിലെ അവനെ വിളിക്കണേ എന്ന് പറഞ്ഞാ. അപ്പോൾ രാവിലെ ആയിട്ടും ഞാൻ ഈ അടുക്കളയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, അവൻ എണീക്കുന്നില്ല. അന്നേരം ഡാഡി അവിടെ നിന്ന് പോൾ 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 ദാ വിളിച്ചത്. അപ്പം ഇവിടെ മുട്ടക്കറി ഇതെല്ലാം മുട്ടക്കറിയുടെ ഒക്കെ കുറേ റെസിപ്പി ഇട്ടിട്ടുള്ളതായതുകൊണ്ട് ഞാൻ മുട്ടക്കറിയുടെ ഒന്നും വീഡിയോ എടുത്തില്ല. നല്ല സോഫ്റ്റ് അപ്പോ കണ്ടാൽ അറിയാമല്ലേ. അപ്പോൾ അവനെ എണ്ണീര് എല്ലാം കഴിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ എണീറ്റ് വന്ന് ബ്രഷൊക്കെ ചെയ്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് എല്ലാവരും കഴിച്ചതിന് ശേഷം പിന്നെ കൊച്ചതിന് കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ല, ഈ വട്ടയപ്പം ഇഷ്ടമല്ലെന്ന്. അപ്പം ഞാൻ എന്തോ ചെയ്തെന്നോ, ആ മാവിൻ്റെ അകത്ത് കുറച്ചുകൂടെ പഞ്ചസാര ഇട്ടിട്ട് ഉണ്ണിയപ്പച്ചട്ടിക്കകത്തിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് മാറ്റി കൊടുക്കാമെന്ന് വെച്ച്. ഈ അപ്പം കൊടുത്തു വിട്ടാൽ കറി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ അപ്പം കൊടുത്തു വിടാഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ ഇതില്ലാത്ത അങ്ങ് ടിഫിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാമല്ലേ. പക്ഷെ ഒരെണ്ണം ഞാൻ എന്നിട്ട് എൻ്റെ മനസ്സിനുണ്ട്, ഇവൻ കഴിക്കുമോ എന്നുള്ളൊരു വിഷമമുണ്ട് എനിക്ക്. അപ്പോൾ ഒരെണ്ണം എടുത്ത് കൊടുത്തിട്ടുണ്ടെ ആദ്യം ഒന്ന് തിന്നിട്ട് പറഞ്ഞ് കുഴപ്പമില്ലത്, പിന്നെ ഒന്ന് ചവച്ചിട്ടോ അത്ര കൊള്ളത്തൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞാൽ കൊണ്ടുവന്നു. പക്ഷേ കഴിച്ചിട്ടാണ് വന്നത്. വിശന്നാൽ പിന്നെ സ്കൂളിൽ കൊണ്ടുപോയി ബാക്കി വെച്ചിരുന്ന ടീച്ചർമാരെങ്ങാനും വഴക്ക് പറയാൻ, അതുകൊണ്ട് അങ്ങ് കഴിച്ചു. ഈ മാവ് തന്നെ നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുന്നത്, ഇതുങ്ങൾക്ക് കഴിച്ചുകൂടെ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അഥവാ ഇവർക്ക് എന്തോ തിന്നാത്താന്നേലും ഈ ക്രിസ്മസും അണ്ടിപ്പരിപ്പൊക്കെ ഇടുന്നതൊന്നും ഇഷ്ടമല്ല. നമുക്ക് ഈ വട്ടയപ്പത്തിലൊക്കെ ഇച്ചിരി തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ഒക്കെ ഇടുമ്പം നല്ലൊരു ടേസ്റ്റ് അല്ലേ. ഞാൻ ഇവനും വേണ്ടി ഒരു 2 തവി മാവെടുത്തി ഇച്ചിരി അത് പഞ്ചാര ഇട്ടത്, എന്നിട്ട് ബാക്കി കുറച്ച് മാവ് ഉണ്ടായിരുന്നു അപ്പത്തിൻ്റെ. അപ്പം ഞാൻ അപ്പം എല്ലാവരും കഴിച്ച് പിന്നെ ഒരു 3-4 എണ്ണം കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നു, വേണമെങ്കിൽ വൈകിട്ട് വേണമെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് പറയും. പിന്നെ ഞാൻ ബാക്കി മാവ് ഉണ്ടാക്കാൻ പോയില്ല, ഞാനതെടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ച്. അപ്പോൾ ഒരു ഇച്ചിരിയും കൂടെ കുറവ് വന്നതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരിയും കൂടെ മാവ് അതിലെടുത്തിട്ട് ഒന്ന് കലക്കി അങ്ങോട്ട് ചേർത്തതാണ്. സ്കൂളിൽ വിടുന്ന എല്ലാ മക്കളുടെ അമ്മമാരുടെ ഒരു ടെൻഷനാണ് ടിഫിൻ കൊടുത്ത് വിടക്കം. ഇപ്പോൾ ഈ കറിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന മക്കളാണെങ്കിൽ, ഇത്തിരി വലിയ മക്കളാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, രാവിലെ ഉണ്ടാക്കുന്നത് എന്ത്. ഇപ്പം നാട്ടിലെന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ കുഞ്ഞുങ്ങൾ പോകുന്നുണ്ടല്ലേ, അവന്മാർക്ക് ഉച്ചയ്ക്ക് പിന്നെ ചോറാണ് കൊടുത്തു വിടേണ്ടത്. അവിടുന്ന് പറഞ്ഞതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 11:30-12 മണി ആകുമ്പോഴത്തേനും ഇവർ ഉച്ചയ്ക്കത്തെ കൊടുക്കുമെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു 2:45 ആകുമ്പോഴത്തേക്കിന് വല്ല സ്നാക്സോ വല്ലതും കൊടുത്തു വിടണം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മൾ ചോറ് അങ്ങനെ കൊടുത്തു വിടുന്ന പരിപാടിയില്ലല്ലേ, കൂടുതൽ ഇങ്ങനെയുള്ള പലഹാരങ്ങളല്ലേ. അതുകൊണ്ടാണ് ഇത്ര ചോറ് കൊടുത്തു വിട്ടാൽ നമുക്കൊരു ചമ്മന്തി ഇതൊക്കെ അരച്ചങ്ങ് കൊടുത്തു വിട്ടാലും മതി. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് തിരിച്ചിടുന്നുണ്ട്. നല്ല പഞ്ഞി പോലിരിക്കുന്ന ഇതായിരുന്നു. എല്ലാവർക്കും എല്ലാം കൊടുത്തു. കുഞ്ഞിനെല്ലാം ടിഫിനൊക്കെ എടുത്ത് വെച്ച് അവന് പോകാൻ സമയമൊന്നും ആയില്ല. അതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ കൊണ്ടുവന്ന് അതെല്ലാം ഒന്ന് വിനാഗിരിയൊക്കെ ഇട്ട് നന്നായി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. 7-8 സവാള, 2 കുടം വെളുത്തുള്ളി, വലിയ 2 കഷ്ണം ഇഞ്ചി, കറിവേപ്പില, 2 ടൊമാറ്റോ ഉപ്പൂടെ ചേർത്ത് കഴിഞ്ഞ് വഴറ്റിയെടുക്കാം. ഇതൊക്കെ നന്നായി ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് സവാളയെല്ലാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികളെല്ലാം ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ ഞാൻ മസാലകളെല്ലാം അതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നിടം വരെ ചെറിയ തീരിങ്ങനെ മൂപ്പിച്ചെടുത്തു. എന്നിട്ട് അതിലേക്ക് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇത്തിരി ഒന്ന് ആ മസാലയൊക്കെ ലൂസായിട്ട് ഒന്ന് ചിക്കനൊക്കെ ഞാൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്ത് ഞാൻ പുരട്ടി വെച്ചാൽ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഗരം മസാല ഇതിലിട്ട് കൊടുത്തേ. അപ്പോൾ ഇതൊരു 2 കിലോയോളം ചിക്കനുണ്ട്. അതിൻ്റെ ലെഗ് പീസ് 2 ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. ബാക്കി പീസുകൾ ചെറുതായിട്ടരിഞ്ഞതേ. അപ്പോൾ ചെറുതായിട്ടാകുമ്പോൾ നന്നായിട്ട് മസാലകളൊക്കെ പിടിക്കും. അപ്പോൾ ഞാനിങ്ങനെ മസാല പുരട്ടി വെച്ചിട്ട് ഈ അടിയിൽ കുറച്ച് വെള്ളം കാണുമല്ലേ, അതങ്ങ് കളയും കേട്ടോ. അപ്പം ഇന്നാളെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ആരോ പറഞ്ഞ് അതിൻ്റെ ഗുണമല്ല അതല്ലേ ഇത്. പക്ഷേ എനിക്ക് അതങ്ങോട്ട് ഒഴിക്കാനായിട്ട് തോന്നത്തില്ല. ഞാൻ ആ വെള്ളവും കളയും. അല്ലെങ്കിൽ ഞാൻ ഈ കിഴുത്തപാത്രത്തിലാണ് ഇങ്ങനെ ഉപ്പ് ഇതൊക്കെ പുരട്ടി വെച്ചിട്ട് കിഴുത്തപാത്രത്തിൽ വെക്കും. അപ്പോൾ ആ വെള്ളം ഇങ്ങനെ ഊർന്നങ്ങ് പോകും.
അപ്പോൾ ഇതിലിട്ടിട്ട് ഞാൻ നമ്മൾ ആ മസാലയ്ക്കകത്തൊരു ഇത്തിരി വെള്ളം ചേർത്തത് കൊണ്ട് ഇത്തിരി ലൂസായിട്ടായിരിക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പൊക്കെ ഒരു ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കോളും. ചിക്കൻ ഉണ്ടെങ്കിൽ പ്രൈസമോന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ വന്നിട്ടും കഴിക്കും വേണേ. ഈ പുലാവും അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ രാത്രിയിലും വേണമെങ്കിൽ അവന് കഴിക്കും. അല്ലെങ്കിൽ കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ എന്താ കൂട്ടാനെന്ന് ചോദിച്ചിട്ട് പറയും എനിക്ക് വേണ്ട, എനിക്കിന്ന് ഫാസ്റ്റിംഗ് ആണ്. പിന്നെ അതവിടെ അടപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ രാവിലത്തെ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് പോയത്. നമ്മൾ അന്നേരം ഓട്ടോമാറ്റിക്കലി എടുക്കുന്ന പാത്രങ്ങൾ കഴുകിയാൽ ഇത്രയും നമുക്കൊരു ലോഡായിട്ട് വരത്തില്ല. ഇതിപ്പം അങ്ങനെ കഴുകാതെ വെച്ചത് കൊണ്ടാണ് ഇത്രയും അങ്ങ് ആയത്. അല്ലെങ്കിൽ അന്നേരം ഞാൻ കഴുകി വെച്ചായിരുന്നെങ്കിൽ കുഴപ്പം വരത്തില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇങ്ങനെ തീയിലിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ കിടക്കുമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വെള്ളമൊക്കെ നന്നായി ഇറങ്ങി. ചിക്കനൊക്കെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ അതിട്ടിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ പോയി. അത് കഴിഞ്ഞ് ഈ പുലാവിൻ്റെ അകത്ത് അരിയാനായിട്ട് ഇടാനുള്ള ബീൻസും ക്യാരറ്റും ഒക്കെ പോയെന്ന് അരിഞ്ഞു വെച്ചു. അപ്പോൾ അത് ഇച്ചിരി നേരം കൂടെ ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് വേവട്ടെ. കാരണം അത്ര അങ്ങോട്ട് വെന്തിട്ടില്ല. അതൊരു മുക്കാൽ പരുവായതേ ഉള്ളൂ. അപ്പോൾ തീ ഒന്ന് ഇത്തിരി കുറച്ചിട്ടിട്ട് അതൊന്ന് കിടക്കും. കാരണം ആ പാത്രം നല്ല ചൂടുള്ള പാത്രം ആയതുകൊണ്ട് ചെറിയ തീയിൽ കിടന്നാൽ മതി. അപ്പോൾ ഞാൻ തുണിയൊക്കെ കഴുകാനിട്ടായിരുന്നു. അതൊക്കെ എനിക്കൊന്ന് പോയി വിരിക്കണം. അങ്ങനെ കുറച്ച് അല്ലാത്ത പരിപാടികളൊക്കെ ഉണ്ട്. അതവിടെ കിടക്കട്ടെ. അന്നേരം അത് ഞാൻ ഇടയ്ക്കത് നോക്കിയുണ്ടേ ഇത് നന്നായി വെന്തായിരുന്നു. ആ ലെഗ് പീസിൽ നിന്നൊക്കെ അങ്ങ് മാംസം കുറച്ചങ്ങ് വിടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ തീ ഓഫാക്കിയിട്ട് എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പുലാവ് നമുക്ക് പെട്ടെന്നങ്ങ് ചെയ്യാമല്ലേ. അപ്പം ഞാനിതൊന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ തീ ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിലൊരു ഇച്ചിരി കൂടെ പരിപാടിയുണ്ട്. അങ്ങനെ പുലാവ് വെക്കാനായിട്ട് വലിയ ഉരുളിയാണ് എടുത്തത്. അത് എടുത്തു പൊക്കാൻ തന്നെ ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ അതൊന്ന് നന്നായി കഴുകി എടുക്കട്ടെ. അപ്പോൾ മറ്റേ ഉരുളി ചെറുതാണ്, ഇത് ഇത്തിരി വലുതാണ്. അപ്പോൾ അതൊന്ന് കഴുകി എടുക്കുക. പോൾമോനിവിടെ ഉണ്ട്. റേച്ചാൻ ഇന്നൊരിത്തിരി പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വയ്യായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ ഇരുന്ന് ചെയ്യുക. റേച്ചാനിവിടെ ഉണ്ടെങ്കിൽ പിന്നെ അപ്പനും മക്കളും കൂടെ ഭയങ്കര കളിയും ബഹളവുമാണ്. ഞാൻ ഇന്നിപ്പോൾ പുലാവ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ വൈകിട്ട് ഞാൻ കടയിൽ സാധനം ഓർഡർ ചെയ്ത്. അപ്പം വേണ്ടിയ സാധനങ്ങളില്ലായിരുന്നു അവിടെ. അപ്പോൾ എന്തുവാ എനിക്കിത്തിരി നമ്മുടെ ഈ ഗ്രീൻ പീസ് ഉണ്ടല്ലേ അത് വേണമായിരുന്നു. അപ്പം ഗ്രീൻ പീസ് അങ്ങ് കടയിൽ തീർന്നു. എന്നാൽ റേച്ചാൻ പറഞ്ഞ് ഞാൻ വരുവാണെങ്കിൽ നേരത്തെ വരുവാണെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന്. എന്നാൽ റേച്ചാൻ ഇന്നലെ ലേറ്റായിട്ട് വന്നു. പിന്നെ രാവിലെ ഈ നമ്മുടെ വട്ടാണയുണ്ടല്ലോ, അങ്ങ് ഉണങ്ങിയതല്ല പച്ച തന്നെ, അത് റേച്ചാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന്. അപ്പം ഞാൻ കുറച്ച് നെയ്യും ഇച്ചിരി ഓയിലും ഒഴിച്ചിട്ട് കുറച്ച് ക്യാരറ്റും ഉണ്ടായിരുന്നു, കുറച്ച് ബീൻസും ആ മട്ടറും ഒക്കെ ഒന്ന് പൊളിച്ചെടുത്തു. അപ്പോൾ ഈ മട്ടർ ഇവിടുത്തെ പ്രൈസിനും ഭയങ്കര ഇഷ്ടം. അപ്പോൾ റേച്ചാനും എന്നോട് പറഞ്ഞായിരുന്നു ഇടുവാണെങ്കിൽ ഇവർക്ക് ഈ നമ്മുടെ ഗ്രീൻ പീസ് കൂടുതൽ അതിൽ കിടക്കുന്ന ഇഷ്ടമല്ല, പക്ഷേ ഈ പച്ച ആയതുകൊണ്ട് നല്ലതായിരുന്നു. റേച്ചാൻ പറഞ്ഞാൽ ഇതിട്ടുണ്ടെങ്കിൽ നല്ല ഒരു അതങ്ങ് സോഫ്റ്റായിട്ട് കടിക്കാൻ പറ്റില്ല. പ്രൈസിന് ഈ ഗ്രീൻ പീസ് ഇങ്ങനെ നമ്മുടെ പച്ച ഗ്രീൻ പീസ് ഇങ്ങനെ ഇട്ട് പുലാവൊക്കെ ഉണ്ടാക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനൊരു ഇച്ചിരി ഉപ്പിട്ടിട്ട് കുറച്ച് നേരം ഇതൊന്ന് വഴട്ടി. എന്നിട്ട് ഇതിലേക്ക് എൻ്റെ കയ്യിൽ ബേ ലീഫ് ഇല്ലായിരുന്നു. വലിയ 2 കഷ്ണം പട്ട, ഇല്ല സ്റ്റാർ അനീസ് ഉണ്ടല്ലോ അത്, ഏലക്ക ഞാൻ ഇച്ചിരി അരിയുള്ള ഏലക്കയാണ്, അത് ഞാനൊന്ന് ഇച്ചിരി ഒന്ന് ഇടിച്ചിട്ട് ഇടുന്നുണ്ട്. ബേ ലീഫ് ഉണ്ടെങ്കിൽ ബേ ലീഫ് കൂടെ ഇടണേ, അതിനൊക്കെ നല്ലൊരു മണം കിട്ടും റൈസിന്. എനിക്കതുപോലെ ഈ ഫ്രൈഡ് റൈസിൻ്റെ അകത്തൊക്കെ നമ്മൾ ഈ പൈനാപ്പിളൊക്കെ ചേർക്കുമല്ലോ. ഞാൻ നാട്ടിലൊക്കെ നമ്മൾ കല്യാണത്തിന് പോവുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ പൈനാപ്പിൾ കാണും, നമ്മുടെ ഫ്രഷ് പൈനാപ്പിൾ. പക്ഷേ ഇവിടെ ഞാൻ പറയിച്ച് മധുരം ഉള്ളത് ഇവിടെ റേച്ചാനും ഇഷ്ടമല്ല, ഈ പിള്ളേർക്ക് അതൊന്നും ഇടുന്നേ ഇഷ്ടമല്ല. പിന്നെ ഞാൻ അതുകൊണ്ട് ഇച്ചിരി എസൻസ് ചേർക്കും, നല്ലൊരു പൈനാപ്പിളിൻ്റെ മണം കിട്ടാൻ വേണ്ടി ഒരു ഇത്തിരി എസൻസ് ചേർക്കും. ഞാൻ ഇതിലേക്ക് കഴുകി വാരിയ
ബിരിയാണി അരി ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയും വേണമെന്ന് വെച്ചാൽ അത്രയും ചേർത്തോ. ഞാനിപ്പോൾ ഒരു 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇച്ചിരി ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അത്രയും നേരം ഞാനൊന്ന് വറുത്തെടുത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അരിക്കൂടുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്കതൊന്ന് തിളയ്ക്കാനായിട്ട് വിടാം. അപ്പോൾ ഇത് ചില റൈസുകൾ കുഴയുന്നതായിരിക്കും. ഇത് നല്ല റൈസായിരുന്നു. ഇതിപ്പോൾ കിലോ 120 രൂപയും കണ്ട ലൂസായിട്ട് വാങ്ങിച്ചത്, പാക്കറ്റിലല്ല വാങ്ങിച്ചത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യൂടെ ചേർത്തിട്ടുണ്ട്. നെയ്യൊക്കെ എത്രയും വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ചേർത്തോ. നെയ്യ് കൂടുതൽ ചേർക്കുന്നത് കുറച്ചുകൂടെ മണമൊക്കെ കിട്ടും. അപ്പോൾ അരിക്കൂടുള്ള ഉപ്പൂടൊക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പോഴേ നല്ല അരിക്ക് നല്ല മണം വരുന്നുണ്ട്. ചില റൈസിന് അങ്ങനെ മണം വരത്തില്ലല്ലേ. അപ്പോൾ ഞാൻ നെയ്യൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത്രയും വെള്ളമുണ്ട്. ഇനി തീ ഏറ്റവും കുറച്ചിത് അടച്ചിടാം. വെന്തിട്ടൊന്നുമില്ല. ഇപ്പം അഥവാ റൈസ് വെന്തെങ്കിൽ വെള്ളം വറ്റാൻ നിൽക്കണം. ഇതിപ്പോൾ ഒട്ടും വെന്തിട്ടില്ല. അവിടെ അടച്ചവിടെ ചെറിയ തിരി കിടക്കട്ടെ. ഇനി തീ ഓഫാക്കിയിടാം. ഇനി ആ റൈസ് ആവി കിടന്നത് നന്നായിട്ട് ഒന്ന് കുതിർന്നൊന്ന് ആവി കിടന്നൊന്ന് നന്നായിട്ട് ഇത് വെന്ത് വരും. അത്രയും നേരം അത് അടച്ചിട്ടേക്കാമേ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ അകത്ത് ഞാൻ തീ ഓഫാക്കിയിട്ടേക്കുമായിരുന്നു. ഇപ്പം ഞാൻ വീണ്ടും തീ ഓണാക്കി. ഇതിലേക്ക് ഞാൻ ഒരു 10-15 അണ്ടിപ്പരിപ്പും ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങയും അത് രണ്ടും കൂടെ അരച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ അല്ലാതെ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ചേർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കുറച്ചിട്ട് മൊത്തം 2 പിടി കുറച്ചുകൂടെ അണ്ടിപ്പരിപ്പ് കൂടെ ചേർക്കുവാണേലും അങ്ങനെയും ചേർക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അണ്ടിപ്പരിപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി തേങ്ങയും കൂടെ ചേർത്ത് എന്നിട്ടിത് നന്നായി മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അതൊന്ന് നമ്മൾ ഓഫാക്കി ഇട്ടേക്കുമല്ലായിരുന്നോ. ഇച്ചിരി ഒന്ന് അടിയിൽ നിന്നൊരു തിള വരുന്നിടം വരെ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പം ചാറ് ഇത്തിരിയും കൂടെ നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്നത് വരുവാ നല്ലത്. ഒത്തിരി ചാറാക്കുന്നതല്ല. ഇവിടെ പിന്നെ ഇവർക്ക് ചാറായിട്ട് ഇച്ചിരി വേണം. ഇങ്ങനെ ഈ ഗ്രേവി എടുത്ത് കൂട്ടി കഴിക്കുന്ന പരിപാടി അവർക്കറിയത്തില്ല. അപ്പോൾ ഇത് അടിയിൽ നിന്നൊക്കെ ഇത്തിരി ഒരു തിള വരുന്നുണ്ട്. ഇനി ഞാനങ്ങ് തീ ഓഫാക്കാൻ പോവാ. ഇനി ഒത്തിരി അങ്ങ് തിളയ്ക്കണ്ട. ഇനിയിപ്പോൾ ഞാനത് തീ ഓഫാക്കി. അപ്പോൾ ഞാൻ ഈ നമ്മുടെ റൈസിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല ഇവർക്ക് ഫ്രഷ് പൈനാപ്പിൾ ഇടുന്ന ഇഷ്ടമല്ല. ഒരു ഇച്ചിരി എസൻസ് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം നല്ലൊരു പൈനാപ്പിളിൻ്റെ മണം കിട്ടും. താല്പര്യമുള്ളവർ ചേർത്താൽ മതി. ഇല്ലാത്തവർ ഫ്രഷ് പൈനാപ്പിൾ ചേർക്കുന്നത് നല്ലത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടാൽ മതി. എനിക്കത് ഒത്തിരി ഇഷ്ടം. ഇച്ചിരി മധുരമൊക്കെ ഇടയ്ക്ക് കടിക്കുന്നത്. ഇവർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചേർത്തില്ല. അവരുടെ ഇഷ്ടമല്ലേ നമ്മുടെ ഇഷ്ടം. അപ്പം നമ്മുടെ ചിക്കനും റൈസും ഇവിടെ റെഡിയായി. ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിലും നിങ്ങൾക്ക് പ്രയോജനമായെങ്കിലും പ്ലീസ് നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.